ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മുഖം മിനുക്കാൻ വേണ്ടി എന്തുമാത്രം ഫണ്ട് ചെലവഴിക്കാനും അതായത് ഫണ്ട് ദുരുപയോഗം ചെയ്യാനും ഒരു മടിയുമില്ലാത്ത ആളാണ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോയാൽ മതി. അതായത് ഈ അടുത്ത കാലം വരെ ഇല്ലാതിരുന്ന ഒരു പ്രതിഭാസം നാം അവിടെ കണ്ടെത്തും. അവിടെ ഒരു ഗ്രോട്ടോ പോലെ ഒരു ചെറിയ ഒരു കൊച്ചു മൗണ്ടൻ സൃഷ്ടിച്ചിട്ട് ആ മൗണ്ടനിൽ എന്താണ് ആർക്കും സെൽഫി എടുക്കാൻ സെൽഫി മോഡിൽ ഒരു പ്രധാനമന്ത്രിയുടെ രൂപം സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി അതായത് ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലും ഇതുപോലെ ഒരു സൃഷ്ടികർമ്മം നടത്തിയിരിക്കുന്നു മോദിയുടെ മുഖം മിനുക്കാനായിട്ട്. എന്താണ് ഇങ്ങനെ പറയുന്നത്? ഒരു ഡെമോക്രസിയിൽ എന്താണ് ഒരു പ്രധാനമന്ത്രിക്ക് മാത്രമുള്ള പ്രത്യേകത? ഈ പോയ കാലങ്ങളിലെല്ലാം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാർ ഇതുപോലെ സെൽഫി എടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഭൂമി മുഴുവനും റെയിൽവേ പ്ലാറ്റ്ഫോംസ് മുഴുവനും അവരുടെ സെൽഫി പോയിന്റ് കൊണ്ട് നിറഞ്ഞു പോയേനെ. ഇത്ര നികൃഷ്ടമായ രീതിയിൽ സ്വയം പുകഴ്ത്തുന്ന മനുഷ്യരുണ്ടോ? അവരൊക്കെയാണോ ഇവിടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കേണ്ടത്? അത് മാത്രവുമല്ല, ഇവരൊക്കെ മുനിമാരാണ് അത്രേ. എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാണ്ഡവുമായി എൻ്റെ സന്യാസത്തിലേക്ക് പോകുമെന്നാണ് 2018-19 ഇലക്ഷൻ സമയത്ത് നരേന്ദ്രമോദി ജനങ്ങളുടെ മുൻപിൽ മൻ കി ബാത്തിൽ പറഞ്ഞത്. അങ്ങനെ ഭാണ്ഡവുമായി സന്യാസത്തിലേക്ക് പോകുന്ന മനുഷ്യൻ എന്തിനാണ് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ സെൽഫി മോഡിലേക്ക് സ്വയം വളരുന്നത്? അന്താരാഷ്ട്ര വേദികളിൽ അതായത് ഇന്ത്യയിൽ അസമത്വം ഭീതിതമായ തോതിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭീതിതമായ തോതിൽ അസമത്വം വളരുന്ന സമയത്താണ് നമ്മുടെ നരേന്ദ്രമോദി ലോകത്തോടെല്ലാം പറയുന്നത് ഇവിടെ ഓപ്പൺ ഡെഫിക്കേഷൻ ഇല്ല, അതായത് മലമൂത്ര വിസർജനം പുറത്തില്ല. അതേസമയത്ത് നമുക്കറിയാം അതായത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 2019-20 പറഞ്ഞു 38% പേരും ഓപ്പൺ ഡെഫിക്കേഷനാണ്, മലമൂത്ര വിസർജനം പുറത്താണ്, അവർക്കൊന്നും ടോയ്ലറ്റ്സ് ഇല്ല എന്ന് വസ്തുനിഷ്ഠമായിട്ട് കണക്ക് പറഞ്ഞു. അതിൻ്റെ ഡയറക്ടറെ അടിച്ചു പുറത്താക്കി. നാഷണൽ പോപ്പുലേഷൻ പോളിസിയുടെ ഡയറക്ടറെ തന്നെ പുറത്താക്കിക്കൊണ്ടാണ് അയാളോടുള്ള ദേഷ്യം തീർത്തത്. അതായത് ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ, ഇവിടെ ആരും മലമൂത്ര വിസർജനം പുറത്തു നടത്തില്ല, ഇന്ത്യ ഹൈലി വികസിതമാണ് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാ കണക്കുകളും നരേന്ദ്രമോദി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കണക്കുകൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. അതിനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡേറ്റ കുക്കിംഗ് എന്ന് പറയുന്നത്. വസ്തുനിഷ്ഠമായി ശേഖരിച്ച കണക്കുകളെ തമസ്കരിച്ച് തള്ളിമാറ്റി അവനവൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പുതിയ കണക്കുകളെ സൃഷ്ടിച്ചെടുക്കുന്ന ആ കർമ്മം, അതിനെയാണ് ഡേറ്റ കുക്കിംഗ്, ഡേറ്റ പാചകം എന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്നത്. അതിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വളരെയധികം സന്തോഷത്തോടുകൂടി വ്യാപൃതനായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ ബ്രാൻഡിങ് വേണം, അതുപോലെ തന്നെ കേന്ദ്രം വിചാരിക്കുന്നത് പോലെയുള്ള കണക്കുകൾ വരണം. അതായത് കേന്ദ്രത്തെ പുകഴ്ത്തിക്കൊണ്ട്, ഇത് കേന്ദ്രം മുഖാന്തരമാണ് കേരളത്തിന് ഈ പദ്ധതികൾ കിട്ടി. എന്താണ് ആ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ലേ? ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായ മനുഷ്യർ, അതായത് നമ്മുടെ GST വരുമാനത്തിൻ്റെ 64% വരുന്നത് താഴെ തട്ടിലെ 50% ജനങ്ങളിൽ നിന്നാണ്. എന്നുവെച്ചാൽ പാവപ്പെട്ടവരാണ് അവരുടെ മുഴുവൻ വരുമാനത്തിനും നികുതി കൊടുക്കേണ്ടി വരിക. കാരണം എന്താണ്? ആ മുഴുവൻ വരുമാനവും അവർ നിത്യോപയോഗ സാധനങ്ങളിലാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ആ മുഴുവൻ പണത്തിനും അവർ നികുതി കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ആണ് ഈ പറയപ്പെട്ടതുപോലെ ബ്രാൻഡിങ് വേണം എങ്കിൽ മാത്രമേ ഫണ്ട് തരൂ. അങ്ങനെ ബ്രാൻഡിങ് വേണമെന്ന് പറയേണ്ട കാര്യം എന്താണ്? ഈ പാവപ്പെട്ടവർ നികുതിയായിട്ട് കൊടുക്കുന്ന പണമാണ് GST ആയിട്ട്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആയിട്ട് പണമുള്ളവർ, പെൻഷൻ മേടിക്കുന്നവർ, ശമ്പളം മേടിക്കുന്നവരും ഒക്കെ ഇൻകം ടാക്സ് കൊടുക്കുന്നവരാണ്. അങ്ങനെ വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണമാണ് സെൻട്രൽ ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ ഖജനാവിലുള്ളത്. ആ പണം ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിന് ബ്രാൻഡിങ് വേണമെന്ന് സംസ്ഥാന ഗവൺമെന്റും വിചാരിക്കാൻ പാടില്ല, കേന്ദ്ര ഗവൺമെന്റും വിചാരിക്കാൻ പാടില്ല. ഇപ്പോൾ ഇങ്ങനെ വിചാരിച്ച് സംസ്ഥാനത്തിന് പണം
നിഷേധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി വരെ പോയി പിന്നെ അതിന് വേണ്ടിയിട്ട് എന്താണ് പറയുക, ആർഗ്യൂ ചെയ്യാവുന്ന, അതിനുവേണ്ടി കേന്ദ്രവുമായിട്ട് മല്ലടിക്കാവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും കേന്ദ്രം ഉണ്ടാക്കുന്ന ഫണ്ടല്ല, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഫണ്ടല്ല, ജനങ്ങൾ നികുതിയായിട്ടും നികുതിയേതര വരുമാനമായിട്ടും ഇൻകം ടാക്സ് ആയിട്ടും കോർപ്പറേറ്റ് ടാക്സ് ആയിട്ടും ഒക്കെ പൂൾ ചെയ്യുന്ന ഫണ്ടിൽ നിന്നാണ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്, കേന്ദ്രം എടുത്ത് ചെലവഴിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ബ്രാൻഡിങ്ങിന്റെ ആവശ്യമില്ല. അത് ഈ പുതിയ ഒരു പരിഷ്കാരമാണ്, പുതിയ ഗവൺമെന്റിന്റെ ഒരു തന്ത്രമാണ്. അതായത് ഈ ഇന്ത്യയെ ഇത്രത്തോളം ആക്കിയത്, ഇന്ത്യയെ സത്യം പറഞ്ഞാൽ ഇന്ത്യ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ താഴോട്ട് പോയി മോദി ഭരണകാലത്ത്. അതുപോലെ ഒട്ടുമിക്ക ഇൻഡെക്സിൽ ഇന്ത്യ താഴോട്ട് പോയി. അത് മറച്ചു വെക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട തരത്തില് മോദി ഇന്ത്യയെ പണിയുന്നു, അന്താരാഷ്ട്ര, അതായത് ഒരു വലിയ ശക്തിയായി 5 ട്രില്യൺ ഇക്കോണമി ആയിട്ട് ഉയർത്തുന്നു എന്നൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബ്രാൻഡിങ് നിഷ്കർഷ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഈ തത്രപ്പാടിനെതിരെയാണ് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോകേണ്ടത്. അല്ലാണ്ട് ധനപ്രതിസന്ധിയുടെ കാരണം കേന്ദ്രമാണ് എന്ന് പറഞ്ഞല്ല സുപ്രീം കോടതിയിൽ പോകേണ്ടത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.